നമസ്കാരം. വിസ്ഡം വേസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ ആം അമൃത, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ HSS ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം തിന്മയുടെ മുകളിൽ നന്മ വിജയം കൈവരിച്ച ആ ദിവസത്തെക്കുറിച്ചാണ്. അതെ, വിഷുവിനെക്കുറിച്ച് തന്നെ. ജാതി മതഭേദമന്യേ കേരളത്തിലെ എല്ലാ ജനങ്ങളും ആഘോഷിക്കുന്ന ഉത്സവമാണ് വിഷു എന്നത്. പുരാതന ഭാരതത്തിൽ നിലനിന്നിരുന്ന കാർഷിക പഞ്ചാംഗത്തിലെ വർഷാരംഭ ദിനമാണ് ഈ ദിവസം. കാർഷിക ഉത്സവമായിട്ടുള്ള വിഷു മേടം 1-നാണ് ആചരിക്കപ്പെടുന്നത്. തുല്യമായത് എന്ന അർത്ഥം വരുന്ന പദമാണ് വിഷുവിനുള്ളത്. രാവും പകലും തുല്യമായി നിലനിൽക്കുന്ന ആ ദിവസത്തെ വിഷുവായിട്ട് നമ്മൾ കൊണ്ടാടപ്പെടുന്നു. ആ ദിവസമാണ് മേടം 1 എന്നുള്ളത്. കാർഷിക വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 ആചാരങ്ങളാണുള്ളത്. ഒന്ന് ഓണവും മറ്റൊന്ന് വിഷുവും. ധാന്യങ്ങളുടെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് ഓണം ആഘോഷിക്കപ്പെടുന്നത് പോലെ തന്നെ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് വിഷുവിനെയും ആചരിക്കപ്പെടുന്നു. വിഷുവിൻ്റെ ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിഷുക്കണി ഒരുക്കുക എന്നുള്ളത്. ശ്രീകൃഷ്ണ വിഗ്രഹത്തോടൊപ്പം തന്നെ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഇവിടെ സ്ഥാനം പിടിക്കുന്നത് കാർഷിക വിളവെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിഷുവുമായി ബന്ധപ്പെട്ട് 2 ഐതിഹ്യങ്ങളാണ് നമുക്ക് നിലവിലുള്ളത്. ഒന്ന്, അതിശക്തനും ഭയങ്കരനുമായിട്ടുള്ള ദാരികാസുരൻ എന്ന് പറയുന്ന അസുരനെ ശ്രീകൃഷ്ണൻ നിഗ്രഹിക്കുന്നതിലൂടെ ആ ദിവസത്തെ മേടം 1 വിഷുവായിട്ട് കണക്കാക്കപ്പെടുന്നു. മറ്റൊന്ന്, രാവണൻ സൂര്യനെ തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഉദിക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം സൂര്യരശ്മികൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പതിക്കുന്നു എന്നതാണ്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം രാവണ യുദ്ധത്തിൽ രാവണൻ കൊല്ലപ്പെടുകയും സൂര്യൻ സ്വതന്ത്രനാവുകയും ചെയ്തു. ഈ ദിവസത്തെയാണ് നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നു. പ്രതീക്ഷയുടെ ഉത്സവമാണ് വിഷു എന്നുള്ളത്. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ജീവിതത്തിലും തിന്മയുടെ മേൽ നന്മയുടെ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.